Hi friends, I am Sia Fatima. All of you welcome to the program Voice of Kids Season 2. ഇന്ന് നമുക്ക് ഒരു കഥ കേട്ടാലോ? കഥ ആരാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എല്ലാവരും വോയിസ് ഒന്ന് 2003 കൃഷ്ണ സ്കൂളിൽ നിന്നും വിരമിച്ച ഒരു ടീച്ചറാണ് ഞാൻ. എൻ്റെ പേര് ചന്ദ്രമതി ടീച്ചർ. നിങ്ങൾക്കെല്ലാം കഥകൾ കേൾക്കുന്നത് വളരെ ഇഷ്ടമായിരിക്കുമല്ലോ. എന്നാൽ ഞാനൊരു ചെറിയ കഥ പറയാം, എല്ലാവരും കേൾക്കണം ട്ടോ. പണ്ടു പണ്ടേ ഒരു നാട്ടിലെ രാമു എന്നു പേരായിട്ടുള്ള ഒരു വിറക് വെട്ടുകാരൻ ഉണ്ടായിരുന്നു. വളരെ പാവപ്പെട്ട ആളായിരുന്നു രാമു. ദിവസവും രാവിലെ രാമു മഴുവുമെടുത്ത് കാട്ടിലേക്ക് വിറക് വെട്ടാൻ പോകും. വൈകുന്നേരം വരെ വിറക് വെട്ടി കെട്ടാക്കി തലയിലേറ്റി നാട്ടിൽ വന്ന് അത് വിറ്റ് അതുകൊണ്ടാണ് അയാൾ ജീവിച്ചിരുന്നത്. ഒരു ദിവസം സാധാരണത്തെ പോലെ രാമു രാവിലെ കാട്ടിലേക്ക് പുറപ്പെട്ടു. അന്ന് വിറക് വെട്ടാൻ പോയത് കാട്ടിൽ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ വക്കത്തുള്ള ഒരു മരമായിരുന്നു വെട്ടിയിരുന്നത്. കുറച്ചു നേരം വെട്ടി അങ്ങനെ നിന്നപ്പോൾ രാമുവിൻ്റെ മഴു കുളത്തിലേക്ക് വീണു. രാമു വല്ലാത്ത വിഷമത്തിലായേ. എന്താ അറിയോ, വിറക് വെട്ടി കൊണ്ടുവന്നിട്ട് വിറ്റിട്ട് വേണ്ടേ രാമുവിന് കഴിയാൻ. അപ്പം മഴു പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക പിന്നെ? രാമു തലയിൽ കൈ വെച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാൻ തുടങ്ങി. എന്താ ഞാൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. രാമുവിൻ്റെ കരച്ചിൽ കേട്ടിട്ടേ കുളത്തിലെ അടിയിന്ന് വെള്ളത്തിലെ ജലദേവത മേപ്പെട്ട് കയറി വന്നിട്ട് രാമുവിനോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയണത്? എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ രാമു പറഞ്ഞു, ഞാനിങ്ങനെ വിറക് വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പം എൻ്റെ കയ്യിലത്തെ മഴു ഈ കുളത്തിലേക്ക് വീണു. അപ്പോൾ എനിക്കാണെങ്കിൽ വേറെ മഴു വാങ്ങാൻ പൈസയില്ല. വിറക് വെട്ടി കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് എൻ്റെ വിഷമാണ് പറഞ്ഞു. അപ്പോൾ ഈ ജലദേവത ശരി, ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൻ്റെ താഴത്തേക്ക് പോയി. താഴത്ത് പോയിട്ട് തിരിച്ച് വെള്ളത്തിൻ്റെ മുകളിലേക്ക് കയറി വന്നിട്ട് ഒരു മഴു എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണോ രാമു നിങ്ങളുടെ മഴു ചോദിച്ചു. അപ്പം അതേ, ഒരു സ്വർണത്തിൻ്റെ മഴുവായിരുന്നു. എന്താ കഥ അല്ലേ? അപ്പം രാമു പറഞ്ഞു, ഏയ് അല്ല, ഇതല്ല എൻ്റെ മഴു പറഞ്ഞു. പിന്നെയും എന്നാ ശരി, ഞാൻ ഒന്നും കൂടി പോയി വരട്ടെ പറഞ്ഞിട്ട് താഴത്തേക്ക് വെള്ളത്തിൻ്റെ അടിയിലേക്ക് തന്നെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു മഴ കൊണ്ടുണ്ട് വരുന്നു. അപ്പം അതെന്താണെന്നറിയോ? വെള്ളി കൊണ്ടുള്ള മഴുവായിരുന്നു. ഇതാണോ രാമു മഴു ചോദിച്ചു. അപ്പോൾ രാമു അത് കണ്ടിട്ട് പറഞ്ഞു, ഏയ് അല്ല, ഇതും അല്ല എൻ്റെ മഴു കിട്ടുമോ പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ ഒന്നും കൂടി പോയി വരട്ടെ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് തന്നെ പോയി. പിന്നെ മുകളിലേക്ക് കയറി വന്നപ്പോൾ 3 മഴുണ്ട് കയ്യിൽ. ഒരു സ്വർണത്തിൻ്റെ മഴുണ്ട്, ഒരു വെള്ളിയുടെ മഴുണ്ട്, പിന്നെ ഇരുമ്പിൻ്റെ മഴുണ്ട്. ഈ ഇരുമ്പിൻ്റെ മഴു കണ്ടപ്പോൾ രാമു പറഞ്ഞു, സന്തോഷമായി രാമു. തന്നെയാണ് എൻ്റെ മഴു പറഞ്ഞു. അപ്പോൾ ഈ ജലദേവതയ്ക്ക് നല്ല സന്തോഷമായി. അപ്പോൾ അവർ പറഞ്ഞു, രാമു നീ നല്ല ആളാണ് കേട്ടോ, സത്യവാനാണ് നീ എൻ്റെ മഴു തന്നെ കണ്ടപ്പോഴല്ലേ അതാണ് എൻ്റെ മഴു പറഞ്ഞത്. അതുകൊണ്ട് നീ നല്ല ആളായതുകൊണ്ട് നിനക്ക് ഞാൻ ഈ 3 മഴുവും തരാം കേട്ടോ. അങ്ങനെ രാമുവിനെ സ്വർണത്തിൻ്റെ മഴു കിട്ടി, വെള്ളിയുടെ മഴു കിട്ടി, പിന്നെ രാമുവിൻ്റെ മഴുവും കിട്ടി. അപ്പോൾ ഈ 3 മഴുവും കൊണ്ട് രാമുവിൻ്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് രാമു ആ സ്വർണത്തിൻ്റെ മഴുവും വെള്ളിയുടെ മഴുവൊക്കെ വിറ്റിട്ടപ്പോൾ രാമുവിന് ധാരാളം പൈസ കിട്ടി. അപ്പോൾ രാമു ആ പൈസ കൊണ്ടൊക്കെ നല്ല വീടൊക്കെ വെച്ചു, വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി, കുട്ടികൾക്കൊക്കെ പുതിയ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ സുഖമായിട്ട് കഴിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ രാമുവിൻ്റെ തൊട്ട വീട്ടിലുണ്ട് ഒരു വിറക് വെട്ടുകാരൻ. അപ്പോൾ ഇതൊക്കെ അയാൾ മനസ്സിലാക്കി കണ്ടിട്ട് രാമുവിന് ഇങ്ങനെ പൈസ കിട്ടിയതും മഴു കിട്ടിയതും
മഴു വെള്ളത്തിൽ പോയതൊക്കെ രാമു ആ കഥയൊക്കെ അയാളോട് പറഞ്ഞു, ഇതൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾക്കും തോന്നി, ആ എന്നാ ശരി എനിക്കൊന്ന് പോയി വെക്കണല്ലോ. എന്നിട്ട് അയാളും പിറ്റേ ദിവസം പുറപ്പെട്ടു. അയാളുടെ മഴു എടുത്ത് പുറപ്പെട്ടു. കാട്ടിൽ പോയിട്ട് ഇതേപോലെ കുളത്തിൻ്റെ വക്കത്ത് പോയി മരം വെട്ടാൻ തുടങ്ങി. കുറേ നേരം മരം വെട്ടിയിട്ട് മഴു കുളത്തിലേക്ക് വീണില്ല. അപ്പം ഇയാളെന്താ ചെയ്തറിയോ? മഴു കുളത്തിലേക്കാണ്ട് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്ന് അങ്ങനെ കരയാൻ തുടങ്ങി. അത് കേട്ടിട്ട് പണ്ടത്തെ ജലദേവത മുകളിലേക്ക് വന്നു, മേപ്പെട്ട് വന്നു. എന്താ നിങ്ങൾ കരയണേ ചോദിച്ചു. എൻ്റെ മഴു കുളത്തിലേക്ക് പോയല്ലോ, എന്താ ഇനി ചെയ്യാ? അപ്പോൾ അപ്പോൾ ആ എന്നാൽ ശരി ഞാൻ വരാം, മഴു നോക്കട്ടെ എവിടെയെന്നുള്ള പറഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടുന്ന് കയറി വന്നപ്പോൾ ശരിക്കും മഴു ഇരുമ്പിൻ്റെ മഴു തന്നെ കൊണ്ടുവന്നു. ആ മഴു കണ്ടപ്പോൾ ഇതാണോ നിങ്ങളുടെ മഴു ചോദിച്ചു. അപ്പം അയാൾ എന്താ പറഞ്ഞറിയോ? ഏയ് ഇതൊന്നല്ല എൻ്റെ മഴു. ആ ശരി എന്നാലേ ഞാൻ ഒന്നും കൂടി പോയി നോക്കട്ടെ പറഞ്ഞു. രണ്ടാമത് മുകളിലേക്ക് തന്നെ കയറി വന്നു. അപ്പോൾ ഇതാണോ നിങ്ങളുടെ മഴു ചോദിച്ചു. അപ്പോഴും അയാൾ പറഞ്ഞു, ഏയ് അല്ല വെള്ളിയുടെ മഴു കൊണ്ടാണ് വന്നതേ. അതാണോ മഴു? അല്ല എൻ്റെ മഴു ഇതല്ല. അപ്പോൾ പിന്നെയും പോയി, എന്നാൽ ഞാൻ ഒന്നും കൂടി വരട്ടെ പറഞ്ഞു. പിന്നെ മൂന്നാമത് സ്വർണം കൊണ്ടുള്ള മഴു കൊണ്ട് വന്നു. മേപ്പെട്ട് വന്നിട്ട് രാമുവിനോട് ചോദിച്ചു, അല്ല രാമു അല്ല കേട്ടോ, മറ്റേ രാമുവിൻ്റെ അടുത്ത വീട്ടുകാരനെ, അയാളോട് ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ മഴു? ആ തന്നെയാണ് എൻ്റെ മഴു. ആ എൻ്റെ മഴു കിട്ടിയല്ലോ പറഞ്ഞു. അയാൾ സന്തോഷമായി. അപ്പോൾ ഈ ജലദേവതയ്ക്ക് ദേഷ്യം വന്നു. നിങ്ങളെ നുണയാണ് പറയണത്, ഇതല്ലല്ലോ നിങ്ങളുടെ മഴു, എന്തിനാ അങ്ങനെ നുണ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോൾ ഇയാൾക്ക് എന്തേ പറ്റിയെന്നറിയോ? നിങ്ങൾക്ക് ഞാൻ ഒന്നും തരില്ല, നിങ്ങളുടെ മഴവും തരില്ല, സ്വർണ്ണ മഴവും തരില്ല, വെള്ളി മഴവും തരില്ല, ഒന്നും തരില്ല. നിങ്ങൾ അങ്ങ് കയ്യും വീശാണ്ട് പോയിക്കോളൂ നിങ്ങളുടെ വീട്ടിലേക്കോ. നുണ പറഞ്ഞ ആൾക്കാർക്ക് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് അയാളെ വിട്ടു, ഒന്നും കൊടുത്തില്ല. അങ്ങനെയാണ്. ഇതിന്ന് എന്താ കുട്ടികളെ നിങ്ങൾക്ക് മനസ്സിലായത്? ഒന്ന് ആലോചിച്ച് നോക്കൂട്ടോ. പിന്നെ എല്ലാവരും കഥ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. നല്ല കുട്ടികളായി നല്ല സ്വഭാവമൊക്കെ ആയിട്ട് അനുസരണ കുട്ടികളാവണം. അങ്ങനെ വളരണം കേട്ടോ. എന്നാൽ ശരി, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു. ശരി. ഞാൻ ഇനിയും നല്ല നല്ല പരിപാടികളുമായി വീണ്ടും എത്തുന്നതാണ്. അതുവരെ കാത്തിരിക്കണേ.